ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു എഗ് സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പെരിഞ്ജീരകം, തക്കോലം, ഗ്രാമ്പു, കറുവപ്പട്ട എല്ലാം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഇഞ്ചിയുടെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി അല്ലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 വെളുത്തുള്ളിയുടെ കൊച്ചല്ലികൾ പൊളിച്ചത് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എഗ് സ്റ്റൂ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവൊക്കെ വേണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ചതച്ച് ചേർക്കുന്നത്. മാക്സിമം ചതച്ച് തന്നെ ചേർക്കാൻ ശ്രമിക്കണം. ഈ കുരുമുളക് ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് വലുതായിട്ട് അരിഞ്ഞു വെച്ച് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നത്ര തന്നെ കോളിഫ്ലവർ ചേർത്താൽ മതിയാകും. ഇത് എഗ് സ്റ്റൂ ആയതുകൊണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഒരു കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ബീൻസ് 2 എണ്ണം എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വഴന്നു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ പച്ചക്കറിയിലേക്ക് നേരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വലിപ്പം കുറച്ച് തന്നെ അരിയണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. നമ്മൾ മൂടി വെക്കാതെ ഒരുപാട് സമയം മൂടി വെച്ചാൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ആ ഒരു ചൂട് കൊണ്ടാണ് ഇത് വാടി കിട്ടുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കട്ടി കുറച്ച് തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഏകദേശം നന്നായിട്ട് ആ പച്ച ഒരു ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും, ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിരിക്കുന്നതുകൊണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഈ പച്ചക്കറികളിലൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് എരിവൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള ടൈപ്പ് കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ പച്ചക്കറി മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചക്കറികളിലൊക്കെ നന്നായിട്ട് കുരുമുളകും ഉപ്പും ഒക്കെ പിടിച്ച് വന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പോളം 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പാതി വേവായ പച്ചക്കറികൾ ആ തേങ്ങാപ്പാലിൽ കിടന്ന് ബാക്കിയും കൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ. അതിനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടും.
അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തതിന് ശേഷമാണ് നമ്മളിവിടെ ഒന്നാം പാൽ ചേർക്കാൻ പോകുന്നത്. മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പോളം ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്താൽ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. മുട്ടയായതുകൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങിയല്ലേ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഒരുപാടൊന്നും വേകേണ്ടയും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വേറൊരു നല്ല മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മല്ലിയില ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് അടച്ച് വെക്കണം. തേങ്ങാപ്പാൽ നമ്മൾ തിളപ്പിക്കത്തില്ലല്ലോ, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നാം പാൽ ചേർത്ത് ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ ഒന്ന് അടച്ച് വെച്ചേക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. അപ്പം എഗ് സ്റ്റ്യൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാലപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ ബ്രെഡിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും വീട്ടിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നവർ ഇനി ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് എഗ് സ്റ്റ്യൂവും കൂടെ ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ വെറൈറ്റി ഡിഷസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും വേണം.